രാഹുൽ നിരന്തരം തോൽവി ഏറ്റുവാങ്ങി ഇത്തരം വിടുവായുത്തരങ്ങളുമായി വരുന്നു എന്ന് പറയാം. പക്ഷേ ഈ സുനിൽകുമാറിന് എന്ത് സംഭവിച്ചു? തൃശ്ശൂരിൽ താൻ തോറ്റിട്ടില്ല, അവിടെ അട്ടിമറി സംഭവിച്ചു, സംഘപരിവാറിന്റെ അട്ടിമറിയാണ്. അദ്ദേഹത്തിനും തോൽവി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലേ? അതങ്ങനെയാണ്. ഈ അധികാരത്തിൻ്റെ രുചി നുണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ പറ്റില്ല. അല്ല, ഞങ്ങൾക്ക് അധികാരം വേണ്ട, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, കമ്മ്യൂണിസ്റ്റുകാർ പാർലമെന്ററി രാഷ്ട്രീയം ലക്ഷ്യമിടുന്നില്ല. എന്നാൽ പിന്നെ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നുള്ളൂ. അവരെന്തിനാ ഈ പാർലമെന്ററി അധികാരം ലക്ഷ്യമിടുന്നില്ല എന്ന് പറയുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക? സ്വരാജ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, തോൽവിയും പരാജയവും ഒന്നും ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകൾക്ക് പ്രശ്നമല്ല. അത് ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പാർലമെന്ററി വ്യാമോഹമൊന്നുമില്ല എന്ന് പറയുകയും സാങ്കേതികമായി തോറ്റത് എതിരാളികളാണ്, ഞങ്ങൾ തോറ്റിട്ടില്ല, ക്ഷമിക്കണം, ജനങ്ങളാണ്. 2019 തെരഞ്ഞെടുപ്പിൽ തോറ്റത് ഞങ്ങളല്ല, നിങ്ങളാണ്. ആര്? ജനങ്ങൾ. ഇതൊക്കെ ഈ ഒന്നാമത് ഈ സാധനം ഇങ്ങനെ കുറ്റിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വംശനാശം സംഭവിച്ച, എനിക്ക് തോന്നുന്നു സിംഹവാലൻ കുരങ്ങിനേക്കാൾ വേഗത്തിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രത്യേകിച്ച്. അപ്പോൾ ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലൊക്കെ ബാക്കിയുള്ള നക്സലൈറ്റുകളെ കൂടെ ഒതുക്കി കഴിയുമ്പോൾ അവിടുന്ന് പൂർണ്ണമായിട്ടും തീർന്നു. പിന്നെ ഈ പറയുന്നത് പോലെ ചുവപ്പ് കൊടി നമ്മൾ കാണുന്നത് റെയിൽവേ സ്റ്റേഷനിൽ മാത്രമാണ്. കേരളത്തിലാണ് അവസാനത്തെ ഒരു തുരുത്ത്. ആ തുരുത്തും കൊണ്ട് കളയുന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു. സുരേഷ് ഗോപി ജയിച്ചത് ആദ്യമൊക്കെ എന്തെല്ലാം അട്ടിമറി, പണം കൊടുത്ത് വോട്ട് വാങ്ങിച്ചു എന്ന് തുടങ്ങി സുരേഷ് ഗോപിയുടെ വിജയത്തെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അതെ, പരാജയത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല. 2 തവണ പരാജയപ്പെട്ടപ്പോഴാണ് 3ാമത്തെ തവണ ജയിക്കുന്നത്. സുരേഷ് ഗോപി ഈ പറഞ്ഞതുപോലെ 5 വർഷം അവിടെ നിന്ന് പ്രയത്നിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ 3 തെരഞ്ഞെടുപ്പുകളിൽ തൃശ്ശൂർ ജില്ലയിൽ നിറഞ്ഞു നിന്ന ഒരു എന്താ പറയുക സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്നുള്ള സത്യം ഇവർ മറന്നുപോകും. ആ മണ്ഡലത്തിന് വേണ്ടി, ആ ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി താൻ MP ആയിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. തൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹം ഈ തൃശ്ശൂരിൽ മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ എല്ലാ ജില്ലകളിലും, വയനാടും ഇടുക്കിയും തിരുവനന്തപുരവും തുടങ്ങിയ എല്ലാ ജില്ലകളിലും അദ്ദേഹത്തിൻ്റെ MP ഫണ്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ പുറത്തു വന്നതാണ്. കൂട്ടത്തിൽ അദ്ദേഹം തൃശ്ശൂരിനും ചെയ്തു. ഒരു മണ്ഡലത്തിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ അത് തൃശ്ശൂരും അദ്ദേഹം ചെയ്തു, തിരുവനന്തപുരത്തും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ 20 മണ്ഡലങ്ങളിലും തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അതൊക്കെ അദ്ദേഹത്തിൻ്റെ മെറിറ്റ്, അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ സുനിൽകുമാറിലേക്ക് വരാം. സുനിൽകുമാർ കേരളത്തിൽ 5 കൊല്ലം മന്ത്രിയായിരുന്ന ആളാണ് 1ാം പിണറായി സർക്കാരിൽ. നിസ്സാര വകുപ്പുകളൊന്നും അല്ല അദ്ദേഹം കൈകാര്യം ചെയ്തത്. എത്രയോ വർഷം MLA ആയും ഒക്കെ പ്രവർത്തിച്ച ആളാണ്. പ്രതിപക്ഷത്തിരുന്നും ഭരണപക്ഷത്തിരുന്നും പരിചയമുള്ള ആളാണ് അദ്ദേഹം. എന്നിട്ടാണ് സുനിൽകുമാർ ഇങ്ങനെ ഈ നിരുത്തരവാദപരമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക. ഉണ്ടെങ്കിൽ തെളിവ്. അല്ല, അദ്ദേഹത്തിന് തന്നെ ഒരു സ്വയം ബോധ്യമുണ്ടായിരുന്നു. താൻ തൃശ്ശൂരിൽ എന്തോ വലിയ സംഭവമാണ്, താൻ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കും, ജനങ്ങളോടൊപ്പം നിൽക്കും. മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സുനിൽകുമാർ ശക്തൻ റൗണ്ടിൽ ഇറങ്ങിയാൽ അവിടുത്തെ ജനങ്ങൾ അറിയും, അവിടെ ഒരു വലിയ ജനക്കൂട്ടം രൂപപ്പെടും. അങ്ങനെ ഇദ്ദേഹത്തിന് തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പരാജയം അങ്ങനെ ഉണ്ടല്ലോ, ഒരു വലിയ ധാരണയിൽ നിന്ന് പരാജയപ്പെടുമ്പോൾ തോൽവി അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ല, അതങ്ങ് പറഞ്ഞാൽ പോരെ നേരെ ചൊവ്വേ. തോൽവി അപ്രതീക്ഷിതമാണ്, ഞാനിത് പ്രതീക്ഷിച്ചില്ല, എനിക്കിത് അംഗീകരിക്കാനും ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോരെ. അതിന് പകരം എന്തിനാണ് ഈ മൂക്കയിൽ ഇങ്ങനെ വളഞ്ഞു ചുറ്റി കിടന്ന് പാടുപെടുന്നത്? അദ്ദേഹം ഒരു നല്ല പാർലമെന്റേറിയനാണ്. അദ്ദേഹം നിയമസഭയിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും, കാരണം നമുക്ക് തന്നെ അറിയാം, ഏത് തൃശ്ശൂർ പൂരം നോക്കിയാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അതെ, അവിടെ തൃശ്ശൂരിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയും ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നോട് CPIയിലെ പല നേതാക്കളും എന്നോട് പറഞ്ഞത്, CPIയുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള പത്രപ്രവർത്തകർ ഉൾപ്പെടെ എന്നോട് പറഞ്ഞത്, ഉറപ്പായിട്ടും സുനിൽകുമാർ ജയിക്കും എന്നാണ് പറഞ്ഞത്. പലരും അവിടെ മത്സരം ശരിക്കും സുനിൽകുമാറും മുരളീധരനുമായിട്ടാണ് എന്നാണ് ധരിച്ചിരുന്നത്.
ഈ സുരേഷ് ഗോപിക്ക് ഇത്രയും സ്വാധീനം അവിടെ ഉണ്ടാക്കാൻ പറ്റി എന്ന് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അത് CPIക്ക് മാത്രമല്ല, അത് കോൺഗ്രസ്സിനും അവിടെ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി കണ്ട ചിലരും കോൺഗ്രസ്സിലുണ്ട്, TN പ്രതാപനെ പോലെയുള്ളവർ. അതുകൊണ്ടാണ് സൂത്രത്തിൽ മുരളീധരനെ കൊണ്ടുവന്ന് ആ സ്ഥാനത്ത് വെച്ചിട്ട് ഒഴിഞ്ഞു കൊടുത്തത്. അതായത് മത്സരിച്ചാൽ തോക്കും എന്ന് വളരെ നേരത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്ന വ്യക്തിയാണ് TN പ്രതാപൻ. അതോടെ നിൽക്കട്ടെ. പക്ഷെ TN പ്രതാപനും അറിയാം സുരേഷ് ഗോപി ജയിക്കുമെന്ന്. ഇപ്പോൾ സുനിൽകുമാർ പക്ഷേ പാവം പിടിച്ചവൻ അവിടെ നിന്ന് ജയിക്കുമെന്ന് ഉറപ്പായിട്ടും വിശ്വസിച്ചിരുന്നു. പക്ഷെ അവിടെ തോൽവി കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് അത് വലിയൊരു കടുത്ത പ്രഹരമായിപ്പോയി. അതിൽ നിന്ന്, ആ ആഘാതത്തിൽ നിന്ന് ഉണരാൻ, അല്ലെങ്കിൽ ആ ആഘാതത്തിൽ നിന്ന് മോചനം നേടാൻ അദ്ദേഹത്തിന് ഇനിയും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്. ഈ പറഞ്ഞതുപോലെ നമുക്കറിയാം, ഒരു ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകൾ, ഒരു ലോക്സഭാ മണ്ഡലം തന്നെ നിർണ്ണയിക്കുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം 2 ജില്ലകളിലായിട്ട് വരുന്ന മണ്ഡലമില്ലേ, വയനാട് മണ്ഡലം. വയനാട് ജില്ല മാത്രമാണ്. 3 ആ, വയനാട്, മലപ്പുറം, കോഴിക്കോട്. അതെ, അങ്ങനെ കയറി വരുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണത്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം എടുത്താൽ, തിരുവനന്തപുരം ജില്ലയിൽ 2 മണ്ഡലമുണ്ട്. തിരുവനന്തപുരം ഉണ്ട്, ആറ്റിങ്ങലും ഉണ്ട്, അല്ലേ? അതുപോലെ കൊല്ലം ലോക്സഭാ മണ്ഡലം വരുന്നത് കൊല്ലം ജില്ലയ്ക്കകത്താണ്. പക്ഷേ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം വരുന്നത് കൊല്ലത്തുനിന്ന് ആരംഭിക്കുകയാണ്, കരുനാഗപ്പള്ളി തൊട്ട് അങ്ങോട്ട് വരികയാണ്. അതുപോലെ കൊട്ടാരക്കര. അതോടൊപ്പം തന്നെ കണ്ണൂരുണ്ടല്ലോ, കണ്ണൂരിൽ 3 മണ്ഡലങ്ങളുണ്ട്. ഒന്ന് വടകര, കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെ 3 മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ജനസംഖ്യയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നിർണ്ണയിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചില മണ്ഡലത്തിൻ്റെ അതിരുകളിൽ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയെന്നിരിക്കും. അതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായിട്ട് വളരെ നേരത്തെ, ഇപ്പോൾ ഇതാ ഈ സുനിൽകുമാറിൻ്റെ ആരോപണത്തെ എതിർത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രംഗത്ത് വന്നിട്ടുണ്ട്, രത്തൻ കേൽക്കർ. അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം ഞങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കി അത് ആദ്യം കരട് പ്രസിദ്ധീകരിച്ച് അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. അത് പരിശോധിച്ച് നമുക്കിപ്പോൾ കോൺഗ്രസ്സുകാരാണെങ്കിൽ പോട്ടെ കുഴപ്പമെന്ന് പറയാം, BJPക്കാരും അവർക്കും വലിയ സംവിധാനങ്ങളൊന്നും അക്കാര്യത്തിലില്ല. നോക്കിയാൽ എല്ലാ ബൂത്തിലും, പ്രവർത്തനമുള്ള ബൂത്തിലൊക്കെ അവരത് നോക്കും, അല്ലാത്ത ബൂത്തിലൊക്കെ അവരതങ്ങ് വിടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല. CPI ഉഴപ്പിയാൽ പോലും CPM ഉഴപ്പില്ല. അവർക്ക് വളരെ കൃത്യമായിട്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് അവരുടേത്. അവരെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും അവർ വളരെ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ വോട്ടാർക്ക് ചെയ്യും എന്നുള്ള ചോദ്യം വേറെ. അത് സുനിൽകുമാർ എങ്കിൽ ചോദിക്കേണ്ടത് CPMകാരോടാണ്. നിങ്ങളുടെ വോട്ട് ആർക്ക് പോയി, അത് എനിക്ക് തന്നോ അതോ സുരേഷ് ഗോപിക്ക് കൊടുത്തോ എന്ന് ചോദിക്കാനുള്ള ചങ്കൂറ്റം വേണം. അതില്ലാതെ സുനിൽകുമാർ സംവിധാനത്തെ കുറ്റം പറയരുത്. സത്യത്തിൽ ഇവിടെ ഇപ്പോൾ ഈ കരട് ലിസ്റ്റൊക്കെ ഇറക്കി ഇതെല്ലാം പരിശോധിച്ച്, പ്രത്യേകിച്ച് ഇടതുപക്ഷം തലനാഴിഴ കീറി പരിശോധിച്ച് എല്ലാം കൃത്യമാക്കിയിട്ടാണ് അവർ ഈ പരാതിയും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. പരാതി ഉണ്ടെങ്കിൽ അവർ പരാതി കൊടുത്തിരിക്കും, ആ വോട്ട് അവിടുന്ന് മാറ്റിയിരിക്കും, അല്ലെങ്കിൽ ചേർക്കാനുള്ള വോട്ടാണെങ്കിൽ അവിടെ ചേർത്തിരിക്കും. അതിനുള്ള കഴിവ് അവർക്കുണ്ട്. അത്രയൊക്കെ ചെയ്യുന്ന ഇടതുപക്ഷത്ത് നിന്നാണ് ഒരാൾ പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ വാക്കും കേട്ടോണ്ട് ഇവിടെയൊക്കെ ഈ ഇരട്ടിപ്പുണ്ടായി, അതുണ്ടായി, ഇതുണ്ടായി എന്നൊക്കെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറയുന്നത്. അങ്ങനെ ഈ വോട്ട് ഇരട്ടിപ്പ് വന്നാൽ പോലും ഒരു മണ്ഡലത്തിൽ എത്ര വോട്ട് അങ്ങനെ ഇരട്ടിക്കും? എന്നൊക്കെ ഒരു പരിധിയില്ലേ? ഈ സുരേഷ് ഗോപി ജയിച്ചത് ഏതാണ്ട് 75,000-ന് മേളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്, 3.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് കിട്ടി. അത് നിസ്സാര കാര്യമാണ്. അത് ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ് ജയിച്ചത് എന്ന് പറയാനുള്ള മാന്യതയെങ്കിലും വേണ്ടേ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക്? പ്രത്യേകിച്ച് ഇടതുപക്ഷത്തുള്ളവർക്ക് വലിയ മനുഷ്യനാകണം എന്നൊക്കെ പറഞ്ഞ് പാട്ടുപാടുന്നവരാണല്ലോ. അവർക്കെന്താ ഈ തോൽവിയുടെ ഇത് ഉൾക്കൊള്ളാൻ, അത് അംഗീകരിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? അത്രയ്ക്ക് ദുരഭിമാനം അവരെ പിടികൂടിയിരിക്കുകയാണ്. അതോ ഈ പാർലമെൻ്ററി വ്യാമോഹം അത്ര ആഴത്തിൽ അവരെ പിടിച്ചിരിക്കുകയാണ്? ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല. അതും സുനിൽകുമാറിനെ പോലൊരാൾ, പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ്, ഈ പറഞ്ഞ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൊക്കെ ഇത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇടതുപക്ഷത്തു നിന്ന് വളരെ പരിണിതപ്രജ്ഞനായ മന്ത്രിയൊക്കെ ആയിരുന്ന, MLA ആയിരുന്ന, പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഒരുപോലെ തിളങ്ങിയ ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പറയുമ്പോൾ
അത് നമുക്ക് വലിയ എന്താ പറയുക, വളരെ കഷ്ടമായി പോയി, സഹതാപമാണ് തോന്നുന്നത്. സുനിൽകുമാറിനെ പോലൊരാൾ ഇങ്ങനെ തരംതാണ ഒരു ഇതിപ്പോ തൃശ്ശൂരിലെ ജനങ്ങളുടെ ആവശ്യമായി പോയി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിന് എവിടെയെങ്കിലും സീറ്റ് വാങ്ങിക്കൊടുത്ത് ജയിപ്പിച്ചില്ല, അതെ, നിയമസഭയിലേക്കെങ്കിലും വിടണം. ഇല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഇനി ആർക്കൊക്കെ എതിരെ ആക്ഷേപം. അല്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്രത്തോളം വിഷമമുണ്ട്. അല്ല, ഏറ്റവും വലിയ അതിനകത്തുള്ള തിരിച്ചടി ഞാൻ പറയാം. ഈ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഇതൊക്കെ ഈ ജോലികളെല്ലാം ചെയ്യുന്നത്. ആ വകുപ്പ് ഭരിക്കുന്നത് CPI ആണ്. കെ രാജനാണ്, തൃശ്ശൂരിൽ നിന്നുള്ള കെ രാജൻ ആണ് അവിടുത്തെ മന്ത്രി. അദ്ദേഹത്തിന്റെ വകുപ്പിനെയാണ് ഈ സുനിൽകുമാർ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അതും മറ്റൊരു കാര്യമാണല്ലേ, മന്ത്രിമാരുള്ള മണ്ഡലങ്ങളിൽ വരെ BJPക്ക് അങ്ങനെ അട്ടിമറി നടത്താനുള്ള സ്വാധീനം ഉണ്ട്. തുറന്നു സമ്മതിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും BJPക്ക് അത്രയും വലിയ സ്വാധീനമുണ്ട്. BJPക്ക് സ്വാധീനം ഉണ്ടാക്കാൻ ഞങ്ങൾ തന്നെ കൂട്ടുനിന്നു എന്നാണ്. ഇവിടെ തന്നെ മാറിയിരുന്നു പറയുമല്ലോ, കേരളത്തിൽ ഞങ്ങളാണ് RSSനെയും BJPയും തടഞ്ഞു നിർത്തുന്നതെന്ന് അവകാശപ്പെടുന്നവരാണ്. അങ്ങനെ അവകാശപ്പെടുന്നവരാണ് ഇപ്പോൾ മലർന്നു കിടന്ന് ഇങ്ങനെ തുപ്പുന്നത്. സ്വന്തം പല്ലിന്റെ ഇട കുത്തിയിട്ട് അത് നാറ്റിക്കുകയാണ്. കഷ്ടം എന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അതും സുനിൽകുമാറിനെയൊക്കെ പോലെയുള്ള പരിണിതപ്രജ്ഞരായ ആൾക്കാർ ഇതൊക്കെ പറയുമ്പോഴാണ് നമുക്ക് സങ്കടം തോന്നുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനുള്ള അവസരങ്ങളും ധാരാളമുണ്ട്. വോട്ടെടുപ്പിന് മുമ്പുമുണ്ട്, വോട്ടെടുപ്പിന് ശേഷമുണ്ട്. അന്ന് അതൊന്നും ചെയ്യാതെ ഇങ്ങനെ വൈകിയ വേളയിൽ ഇതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് സത്യത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.